അങ്ങനെ വാശിയേറിയ മത്സരത്തിനൊടുവിൽ മോഹൻലാൽ നയിക്കുന്ന താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. 30 വോട്ടുകൾക്കാണ് സിദ്ദിഖിന്റെ വിജയം. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റുമാർ. ജോയിന്റ് സെക്രട്ടറിയായി ബാബുരാജും, എക്സിക്യൂട്ടീവ് സമിതിയിലേക്ക് സുരാജ് വെഞ്ഞാറമൂട്, ടൊവിനോ തോമസ്, ജോയ് മാത്യു ഉൾപ്പെടെ 10 പേരെയുമാണ് തെരഞ്ഞെടുത്തത്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് ഇക്കുറി വാശിയേറിയ മത്സരമാണ് നടന്നത്. ഇടവേളകളില്ലാതെ ഇടവേള ബാബു നയിച്ച ജനറൽ സെക്രട്ടറി സ്ഥാനം 157 വോട്ടുകൾക്കാണ് നടൻ സിദ്ദിഖ് കൈപ്പിടിയിൽ ഒതുക്കിയത്. കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും വാശിയേറിയ മത്സരം കാഴ്ചവെച്ചെങ്കിലും പരാജയപ്പെട്ടു. മഞ്ജു പിള്ളയെ 3ാം സ്ഥാനത്താക്കി ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനെതിരെ ബാബുരാജ് വിജയിക്കുകയായിരുന്നു. ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെയാണ് ട്രഷറർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അനന്യ, സരയു, അൻസിബ എന്നിവരാണ് പുതിയ ഭരണസമിതിയിലെ 3 വനിതാ മുഖങ്ങൾ. കലാഭവൻ ഷാജോൺ, സുരാജ് വെഞ്ഞാറമൂട്, ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, ടെനി ടോം, വിനു മോഹൻ, ടൊവിനോ തോമസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. കലാഭവൻ ഷാജോണാണ് ഏറ്റവും അധികം വോട്ടുകൾ നേടിയത്. സംഘടനയുടെ ബൈലോ പ്രകാരം 4 സ്ത്രീകൾ ഭരണസമിതിയിൽ വേണമെന്നതിനാൽ 11 അംഗ എക്സിക്യൂട്ടീവ് സമിതിയിലേക്ക് ഒരു വനിതയെ അടുത്ത കമ്മിറ്റി തീരുമാനിക്കും. കുക്കു പരമേശ്വരൻ, മഞ്ജു പിള്ള അടക്കമുള്ളവരെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച രമേശ് പിഷാരടി, റോണി ഡേവിഡ് എന്നിവരാണ് ഇക്കുറി പരാജയമറിഞ്ഞത്. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.